സിപിഐഎമ്മിന്റെ വെട്ടിമുറിക്കപ്പെട്ട രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ രക്തക്കറപുരണ്ട എത്രയെത്ര ജീവനുകൾ, വെട്ടിമാറ്റിയ ജീവനുകൾക്കുള്ള ഉത്തരമായിരുന്നു ഇന്നലെ പെരിയ ഇരട്ട കൊലപാതക വിധിയിലൂടെ ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം നൽകിയത്. ഭരണത്തിലെ മേലാളന്മാരുടെ ഹുങ്കിനും അഹങ്കാരത്തിനും മേൽ കിട്ടിയ അടിയായിരുന്നു വിധി. ആ വിധിക്ക് മേൽ മാർക്കിടാൻ ഒരാൾക്കും കഴിയാത്ത വിധം നാലുപാടും പൂട്ടിയത് സത്യത്തിനു നേരെ കൺ തുറന്ന നീതി ദേവതയുടെ വിജയം. അവിടെയാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. ഇന്നൊരു മാധ്യമ സ്ഥാപനത്തിലെ അവതാരകനാണെങ്കിൽ പോലും ഒരു കാലത്ത് SFIയുടെ കൊടി പിടിച്ചവർക്ക് വേണ്ടി ജയ് വിളിച്ച അതേ നാവും കൈയും ചൂണ്ടുവിരലും കൊണ്ട് ആ പാർട്ടിയുടെ വെറിയുടെ രാഷ്ട്രീയത്തെ കീറി മുറിക്കുകയാണ് ഹാഷ്മി. ചെമ്പട ചുവപ്പിന്റെ കൂട്ടുകാരെന്നൊക്കെ കൈവിറയ്ക്കാതെ എഴുതിയ പ്രിയ സഹാക്കളെ, ധീരരെ, പോരാളികളെ ലാൽ സലാം ചൊല്ലിക്കൊണ്ട് രണ്ട് യുവാക്കളുടെ ജീവനെടുത്തവരെ വാഴ്ത്തിപ്പാടുകയാണ്. ഈ കൊലകൊല്ലി രാഷ്ട്രീയത്തിനെതിരെയാണ് ഹാഷ്മി തന്റെ ഉറച്ച ശബ്ദത്തിൽ കട്ടുകട്ടിയിൽ മറുപടി നൽകുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏതോ പ്രതിരോധത്തിന്റെ പടച്ചട്ടി അണിഞ്ഞ് പോരാടി ജയിലറ പുൽകിയ പെരിയ പോരാളി സഖാക്കൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. പ്രിയ സഖാക്കളെ, ധീരരെ, പോരാളികളെ, ലാൽ സലാം എന്ന കൊലയാളിക്കൂട്ടത്തിന് ഐക്യം പ്രഖ്യാപിക്കുന്നത് കടത്തുകാരനായെങ്കിൽ മാത്രമല്ല. റെഡ് ആർമി, ചെമ്പട, ചുവപ്പിന്റെ കൂട്ടുകാരൊക്കെ കൈവറക്കാതെ രണ്ട് യുവാക്കളെ കിരാതമായി വലിച്ചു കീറി അടിച്ചു കൊന്ന ആ സഖാക്കളുടെ ധൈര്യം വാഴ്ത്തിപ്പാടലാണ്. ആ കേസിന്റെ സകലമായ ഡീറ്റെയിൽസ് മനസ്സിലാക്കി മറുകണ്ഠം ചാടിയ പ്രതികൾക്ക് വക്കാലത്തുമായി ശ്രീധരൻ വക്കീൽ അവതരിച്ചിട്ടും രക്ഷയില്ലാത്ത ശിക്ഷ ഉറപ്പായപ്പോൾ ഇന്ന് രാവിലെയും കോടതി മുറിയിൽ കണ്ടത് ആ പ്രതികളുടെ കരച്ചിലാണ്. അച്ഛനുണ്ടേ, അമ്മയുണ്ടേ, പ്രാരാബ്ധക്കാരാണേ, അങ്ങ് കെഞ്ചലാണ്. അതുകൊണ്ട് ആ നെഞ്ചിവരവും പറഞ്ഞ് BGM ഇട്ട് ആഘോഷമാക്കുന്ന രാക്ഷസ വാഴ്ച നാലായി മടക്കി കയ്യിൽ വെക്കണം സൈബർ സഖാക്കൾ. ആ സാമാജികൻ 10 വർഷം MLA കുഞ്ഞിരാമൻ പ്രതിയായിട്ടും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തൊട്ടുള്ള പാർട്ടി കേഡർ കയ്യിൽ പാതകച്ചോരയുമായി നിൽക്കുമ്പോഴും CPM ആവർത്തിക്കലാണ് ആ കൊലപാതകത്തിൽ CPMന് പങ്കില്ല. പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ MV ഗോവിന്ദ ഉടുതുടിക്ക് മറുതുണിയില്ലാതെ മുടിഞ്ഞു കിടക്കുന്ന ഖജാനയിൽ നിന്നും രൂപ കോടിയിൽ പരം ചെലവാക്കി നക്ഷത്ര വക്കീൽമാരെ ഇറക്കി സുപ്രീം കോടതി വരെ പോയി നാണം കെട്ടത് എന്തിനാണ്? പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ ആ നിഷ്ഠൂര കൊലക്കേസിൽ CBI അല്ല CPM ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മോചിപ്പിക്കാൻ കുഞ്ഞിരാമന് കുത്തലെന്തിനാണ്? എന്തിനാണ് പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ കൊലയാളിക്കൂട്ടത്തിനുവേണ്ടി ഇപ്പോഴും ആഞ്ഞുവാദിക്കൽ? അവർ പാർട്ടിയിലെ നേതാക്കളല്ലേ എന്നൊരു ജില്ലാ സെക്രട്ടറിയുടെ ഐക്യപ്രഖ്യാപനം, ആ പച്ചക്കള്ളത്തിന്റെ ആവർത്തനം 52 വെട്ടിൽ TPA തീർത്ത ആ കൊടൂര ഹത്യയിലും കേട്ടതല്ലേ കേരളം? ഒരു കമ്മ്യൂണിസ്റ്റിനെ ആഞ്ഞു വെട്ടിക്കീറിയിട്ടും തീരാത്ത രക്തദാഹത്തിൽ മുഖം കൊത്തിക്കീറിയ പൗശാചിക സംഘത്തലവന്റെ മനുഷ്യാവകാശങ്ങളെപ്പറ്റി വാചാലമാകുന്നത് സംസ്ഥാന നേതാക്കളാണ്. ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ, കല്യാണത്തിന് ആശംസകൾ, സ്മാരകം തീർക്കൽ, എന്നിട്ടും പറയും പാർട്ടിക്ക് പങ്കില്ല. നാളെ രാവിലെ കിഴക്കുതിക്കാൻ പോകുന്നത് സൂര്യനല്ല ചന്ദ്രനാണ് എന്ന് ക്യാപ്സൂൾ ഇറങ്ങിയാൽ ഓംബ്ര അത് ചന്ദ്രൻ തന്നെ എന്നോരിയിടുന്ന ബുദ്ധി മരവിച്ച അടിമക്കൂട്ടമാണ് കേരളം മുഴുവനുമെന്നാണോ ധാരണ? ആളെ കൊന്നുകൂട്ടിയാലും സുപ്രീം കോടതി വരെ ജനത്തിന്റെ കാശെടുത്ത് വീശി കാത്തുരക്ഷിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന ആഹ്വാനം കൊടുക്കലാണെങ്കിൽ ഇനിയും ഇവിടെ ചോരയൊഴുക്കുണ്ടാകും. കേരളത്തിന് ഇനിയും തലയിൽ കൈവച്ച് കാണേണ്ടി വരും അനാഥത്വങ്ങൾ, വൈധവ്യങ്ങൾ. ഇപ്പോഴും നമ്മൾ തെരുവിൽ കേൾക്കുന്നുണ്ട് മുദ്രാവാക്യങ്ങൾ, അന്തക മുദ്രാവാക്യങ്ങൾ. കയ്യും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. ഈ കാലത്തും രാഷ്ട്രീയ പക തീർക്കാൻ കൊലക്കത്തിയെടുക്കുന്ന പേപ്പട്ടികൾ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ, അതാരായാലും കേരളത്തിന് വെറുപ്പാണ്. ആ വെറുപ്പിന്റെ സംഘങ്ങൾ മുടിഞ്ഞു പോകട്ടെ എന്ന് ചോരക്കാലങ്ങളിൽ മക്കളുടെ ശവങ്ങൾ കണ്ട അമ്മമാരുടെ പ്രാക്ക് വെറുതെയാവില്ല. സമാധാന കാരണം നേരുന്നു, അക്കൂട്ടർക്ക് നാശമാണ്, പരമനാശം.